ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലൻറ്റ് ഹണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NMMS 2018 ചോദ്യ പേപ്പറിൽ സാറ്റ് വിഭാഗത്തിൽ നിന്നും ബേസിക് സയൻസിലെ 35 ചോദ്യങ്ങളാണ്. 2018 ചോദ്യ പേപ്പറിൽ സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നും വന്നിട്ടുള്ള 35 ചോദ്യങ്ങളടങ്ങുന്ന ഒരു വീഡിയോ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്, കാണാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ദി ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ ഈസ്. ഒരു കോൺവെക്സ് മിറർ രൂപീകരിക്കുന്ന പ്രതിബിംബം. ഓൾവേസ് ഇറക്റ്റ്, ഓൾവേസ് വെർച്വൽ, ഓൾവേസ് ഡിമിനിഷ്ഡ്, ഓൾ ഓഫ് ദീസ്. എപ്പോഴും നിവർന്നത്, എപ്പോഴും മിഥ്യ, എപ്പോഴും ചെറുത്, ഇവയെല്ലാം ശരിയാണ്. നമുക്കറിയാലോ, ഒരു കോൺവെക്സ് മിറർ രൂപീകരിക്കുന്ന ഇമേജ് അഥവാ പ്രതിബിംബം എപ്പോഴും നിവർന്നതും എപ്പോഴും മിഥ്യ, എപ്പോഴും ചെറുതുമായിരിക്കും. ഓൾവേസ് ഇറക്റ്റ്, ഓൾവേസ് വെർച്വൽ, ഓൾവേസ് ഡിമിനിഷ്ഡ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ്, ഇവയെല്ലാം ശരിയാണ്. നാലാമത്തെ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യമാണ്, ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഈസ് യൂണിഫോം വെൻ ഇറ്റ് കവേഴ്സ്. ഒരു വസ്തു സമപ്രവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അത് തുല്യ സമയത്തിൽ തുല്യ ദൂരം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അത് തുല്യ സമയത്തിൽ വ്യത്യസ്ത ദൂരം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഇൻ എ സർക്കുലർ പാത്ത്. അത് തുല്യ സമയത്തിൽ തുല്യ ദൂരം വൃത്താകാരമായ പാതയിൽ സഞ്ചരിക്കുന്നു. Unequal distance in equal intervals of time in a circular path. അത് തുല്യ സമയത്തിൽ വ്യത്യസ്ത ദൂരം വൃത്താകാരമായ പാതയിൽ സഞ്ചരിക്കുന്നു. കൂട്ടുകാരി, ഒരു വസ്തു സമപ്രവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് തുല്യ സമയത്തിൽ തുല്യ ദൂരം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. The velocity of an object is uniform when it covers equal distance in equal intervals of time in a straight line. ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഈസ്. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, 37 ഡിഗ്രി ഫാരൻഹീറ്റ്, 92 ഡിഗ്രി സെൽഷ്യസ്, 104 ഡിഗ്രി സെൽഷ്യസ്. 37 ഡിഗ്രി സെൽഷ്യസ്, 37 ഡിഗ്രി ഫാരൻഹീറ്റ്, 92 ഡിഗ്രി സെൽഷ്യസ്, 104 ഡിഗ്രി സെൽഷ്യസ്. കൂട്ടുകാരി, മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് എ ഹ്യൂമൻ ബോഡി ഈസ് 37 ഡിഗ്രി സെൽഷ്യസ്. ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ദ ഫിനോമിനൻ ദാറ്റ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ. വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നുവെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആര്? ആൻഡ്രെ മേരി ആംബിയർ, മൈക്കിൾ ഫാരഡേ, ക്രിസ്ത്യൻ ഓർസ്റ്റഡ്, ഫ്ലെമിംഗ്. ആരാണ്? അതെ, ക്രിസ്ത്യൻ ഓർസ്റ്റഡ് ആണ് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ജാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നുവെന്ന് ആദ്യമായി കണ്ടെത്തിയത്. ദ ലൗഡ്നെസ് ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ. ശബ്ദത്തിൻ്റെ ഉച്ചത ഇവയിലേതിനെ ആശ്രയിച്ചിരിക്കുന്നു? ആംപ്ലിറ്റ്യൂഡ്, ആയതി, ഫ്രീക്വൻസി, ആവൃത്തി, പിച്ച്, സ്പീഡ് ഓഫ് സൗണ്ട്, ശബ്ദത്തിൻ്റെ വേഗത. ആംപ്ലിറ്റ്യൂഡ് അതായത് ആയതി, ശബ്ദത്തിൻ്റെ ഉച്ചത ആയതിയെ ആശ്രയിച്ചിരിക്കുന്നു. ദ ലൗഡ്നെസ് ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ആംപ്ലിറ്റ്യൂഡ്. ഇൻ സോളിഡ്സ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഫ്രം ഹോട്ടർ എൻഡ് ടു കോൾഡർ എൻഡ് ബൈ. ഖരവസ്തുക്കളിൽ ചൂട് കൂടിയ ഭാഗത്ത് നിന്നും ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക് താപം പ്രവഹിക്കുന്നത് ഡാഷ് വഴിയാണ്. കണ്ടക്ഷൻ ചാലനം, കൺവെക്ഷൻ സംവഹനം, റേഡിയേഷൻ വികിരണം, ഓൾ ഓഫ് ദീസ് മേൽ പറഞ്ഞവയെല്ലാം. ഇൻ സോളിഡ്സ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഫ്രം ഹോട്ടർ എൻഡ് ടു കോൾഡർ എൻഡ് ബൈ കണ്ടക്ഷൻ. ഖരവസ്തുക്കളിൽ ചൂട് കൂടിയ ഭാഗത്ത് നിന്നും ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക് താപം പ്രവഹിക്കുന്നത് ചാലനം വഴിയാണ്. ചാലനം, കണ്ടക്ഷൻ. ദ പ്രപ്പോസ്ഡ് മിഷൻ
ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ടു ക്യാരി മാൻ ടു സ്പേസ് ഈസ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഏത്? മംഗൾയാൻ, ഗഗൻയാൻ, ചന്ദ്രയാൻ, സൂര്യയാൻ. ഏതാണ്? ഗഗൻയാൻ. ഗഗൻയാനാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി. The proposed mission of Indian Space Research Organization to carry man to space is Gaganyaan. To move a car. ഒരു കാറിനെ ചലിപ്പിക്കുന്നതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് മസ്റ്റ് ബി അപ്ലൈഡ് ഇന്റേർണലി. തുല്യവും വിപരീതവുമായ ബലം കാറിനുള്ളിൽ നിന്ന് പ്രയോഗിക്കണം. ഫോഴ്സസ് മസ്റ്റ് ബി അപ്ലൈഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇന്റേർണലി. കാറിനുള്ളിൽ നിന്ന് ഒരേ ദിശയിൽ തന്നെ ബലം പ്രയോഗിക്കണം. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഷുഡ് ബി അപ്ലൈഡ് എക്സ്റ്റേർണലി. തുല്യവും വിപരീതവുമായ ബലം പുറത്തു നിന്ന് ഉപയോഗിക്കണം. ഫോഴ്സസ് മസ്റ്റ് ബി അപ്ലൈഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ എക്സ്റ്റേർണലി. കാറിന് പുറത്തു നിന്ന് ഒരേ ദിശയിൽ ബലം പ്രയോഗിക്കണം. പറയൂ. അതെ, ഫോഴ്സസ് മസ്റ്റ് ബി അപ്ലൈഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ എക്സ്റ്റേർണലി. കാറിന് പുറത്തു നിന്ന് ഒരേ ദിശയിൽ ബലം പ്രയോഗിക്കണം. ഒരു കാർ ചലിപ്പിക്കുന്നതിന് കാറിന് പുറത്തു നിന്ന് ഒരേ ദിശയിൽ ബലം പ്രയോഗിക്കണം. ടു മൂവ് എ കാർ, ഫോഴ്സസ് മസ്റ്റ് ബി അപ്ലൈഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ എക്സ്റ്റേർണലി. ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ. ശരിയായ ജോഡി ഏത്? നമുക്കിവിടെ ക്യാമറ, റിയർ വ്യൂ, പെരിസ്കോപ്പ്, സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇങ്ങനെ 4 ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. രണ്ടാമതായി നൽകിയിട്ടുള്ളത് അവയിൽ ഉപയോഗിക്കുന്ന മിററോ അഥവാ ലെൻസാണോ അതിൽ ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ക്യാമറ, മിറർ. ക്യാമറയിൽ ഉപയോഗിക്കുന്നത് ദർപ്പണം, മിറർ ആണെന്നാണ് പറയുന്നത്. റിയർ വ്യൂ, അതായത് റിയർ വ്യൂ, ലെൻസാണ് റിയർ വ്യൂവിൽ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. പെരിസ്കോപ്പ്, പെരിസ്കോപ്പിൽ പ്രിസമാണ് പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ മിറർ, ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്. കൂട്ടുകാരി, ഇതിൽ ശരിയായ ജോഡി ഏതാണ്? പറയൂ. അതെ, പെരിസ്കോപ്പ് പ്രിസം എന്നുള്ളതാണ് ശരിയായ ജോഡി. Which of the following is not a simple machine? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തോലകം അല്ലാത്തതേത്, സിമ്പിൾ മെഷീൻ അല്ലാത്തത് ഏതാണ്? ക്രോബാർ, സിസേഴ്സ്, നെഡ് ക്രാക്കർ, ഷോവൽസ്. പാരക്കോൽ, കത്രിക, പാക്കുവെട്ടി, മൺകോരിക. ഇതിലേതാണ് സിമ്പിൾ മെഷീൻ അഥവാ ഉത്തോലകം അല്ലാത്തത്? ഏതാണ്? ഷോവൽസ്. മൺകോരികയാണ് നൽകിയിരിക്കുന്നവയിൽ ഉത്തോലകം അഥവാ സിമ്പിൾ മെഷീൻ അല്ലാത്തത്. ക്രോബാർ, സിസേഴ്സ്, നെഡ് ക്രാക്കർ, പാരക്കോൽ, കത്രിക, പാക്കുവെട്ടി ഇവയെല്ലാം സിമ്പിൾ മെഷീൻസ് ആണ്. ഓർത്ത് വയ്ക്കുക, സിമ്പിൾ മെഷീൻസ് ആണ് ക്രോബാർ, സിസേഴ്സ്, നെഡ് ക്രാക്കർ, പാരക്കോൽ, കത്രിക, പാക്കുവെട്ടി. A bar magnet is suspended freely at its center. The direction of this magnet at the poles of the earth is. ഒരു ബാർ മാഗ്നറ്റ് അതിൻ്റെ ഗുരുത്വ കേന്ദ്രത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഭൂമിയുടെ ധ്രുവങ്ങളിലായിരിക്കുമ്പോൾ അത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ, നോർത്ത് സൗത്ത് ഡയറക്ഷൻ, വടക്ക് തെക്ക് ദിശയിൽ, വെർട്ടിക്കലി അപ്വാർഡ് കുത്തനെയായിരിക്കും. കനോട്ട് ബി പ്രഡിക്റ്റഡ്, പ്രവചിക്കാൻ കഴിയില്ല. പറയൂ. ഒരു ബാർ മാഗ്നറ്റ് അതിൻ്റെ ഗുരുത്വ കേന്ദ്രത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഭൂമിയുടെ ധ്രുവങ്ങളിലായിരിക്കുമ്പോൾ അത് ഏത് ദിശയിലായിരിക്കും? അതെ, വെർട്ടിക്കലി അപ്വാർഡ് കുത്തനെയായിരിക്കും. A bar magnet is suspended freely at its center. The direction of this magnet at the poles of the earth is vertically upward. ഒരു ബാർ മാഗ്നറ്റ് അതിൻ്റെ ഗുരുത്വ കേന്ദ്രത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഭൂമിയുടെ ധ്രുവങ്ങളിലായിരിക്കുമ്പോൾ അത് കുത്തനെയായിരിക്കും. Which of the following are incorrect statements about non-metals? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അലോഹങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നോൺ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അലോഹങ്ങൾ മികച്ച വൈദ്യുത ചാലകങ്ങളാണ്. ജനറലി നോൺ മെറ്റൽസ് ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. സാധാരണയായി അലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കാറില്ല. നോൺ മെറ്റൽസ് ആർ ഇലക്ട്രോപോസിറ്റീവ്. അലോഹങ്ങൾ ഇലക്ട്രോപോസിറ്റീവ് സ്വഭാവമുള്ളവയാണ്. നോൺ മെറ്റൽസ് ഹാവ് ഗ്രേറ്റർ അഫിനിറ്റി ടുവാർഡ്സ് ഇലക്ട്രോൺസ്. അലോഹങ്ങൾക്ക്
ഇലക്ട്രോണുകളോടുള്ള താല്പര്യം വളരെ കൂടുതലാണ്. കൂട്ടുകാരി, നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഇൻകറക്റ്റ് അതായത് ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോൺ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അലോഹങ്ങൾ മികച്ച വൈദ്യുത ചാലകങ്ങളാണ്. നമുക്കറിയാലോ അലോഹങ്ങൾ മികച്ച വൈദ്യുത ചാലകങ്ങളല്ല എന്ന്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്ഷന് തെറ്റാണ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തതായി, ജനറലി നോൺ മെറ്റൽസ് ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. സാധാരണയായി അലോഹങ്ങൾ ജലവുമായി പ്രതിപ്രവർത്തിക്കാറില്ല. കൂട്ടുകാരി, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? അലോഹങ്ങൾ ജലവുമായി പ്രതിപ്രവർത്തിക്കാറില്ലല്ലോ. ഇല്ല. അടുത്ത ഓപ്ഷൻ നോക്കാം. നോൺ മെറ്റൽസ് ആർ ഇലക്ട്രോ പോസിറ്റീവ്. അലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ്. കൂട്ടുകാരി, ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവമുള്ളവയല്ല. നോൺ മെറ്റൽസ് ഹാവ് ഗ്രേറ്റർ അഫിനിറ്റി ടുവാർഡ്സ് ഇലക്ട്രോൺ. അലോഹങ്ങൾക്ക് ഇലക്ട്രോണുകളോട് താല്പര്യം വളരെ കൂടുതലാണ്. ഇത് ശരിയാണ്. അപ്പോൾ ശരിയല്ലാത്ത രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? എയും സിയുമാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷനാണ് ഇതിൽ ശരിയായിട്ടുള്ളത്, എ ആൻഡ് സി, എയും സിയും. ദ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഫൗണ്ട് ഇൻ അവർ ഹോംസ് ഈസ്. നമ്മുടെ വീടുകളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സൂചകമാണ് കോമൺ സാൾട്ട്, ടെർമറിക്, ബേക്കിംഗ് സോഡ, ഷുഗർ. ഉപ്പ്, മഞ്ഞൾ, സോഡാകാരം, പഞ്ചസാര. ഏതാണ്? അതെ, ടെർമറിക്, മഞ്ഞളാണ് നമ്മുടെ വീടുകളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സൂചകം. The natural indicator found in our homes is turmeric. The metal present in the hemoglobin of our blood is. നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനിലുള്ള ലോഹമാണ് സോഡിയം, സിൽവർ, കാൽഷ്യം, അയൺ. ഏതാണ്? അയൺ. അയണാണ് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനിലുള്ള ലോഹം. The metal present in the hemoglobin of our blood is iron. Iron. Which of the following is not a chemical change? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റമില്ലാത്തത് ഏത്? ബേണിംഗ് ഓഫ് കോൾ, കൽക്കരിയുടെ ജ്വലനം. ഇവാപറേഷൻ ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ബാഷ്പീകരണം. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്നത്. കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്, പാല് തൈരാകുന്നത്. കൂട്ടുകാരി, നൽകിയിരിക്കുന്നതിൽ രാസമാറ്റമല്ലാത്തത്, കെമിക്കൽ ചേഞ്ച് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇവാപറേഷൻ ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ബാഷ്പീകരണമാണ് നൽകിയിരിക്കുന്നവയിൽ കെമിക്കൽ ചേഞ്ച്, രാസമാറ്റമില്ലാത്തത്. ബേണിംഗ് ഓഫ് കോൾ, റസ്റ്റിംഗ് ഓഫ് അയൺ, കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്. കൽക്കരിയുടെ ജ്വലനം, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, പാല് തൈരാകുന്നത്. ഇതെല്ലാം കെമിക്കൽ ചേഞ്ചാണ്, രാസമാറ്റമാണ്. നൽകിയിരിക്കുന്നവയിൽ ഇവാപറേഷൻ ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ബാഷ്പീകരണമാണ് കെമിക്കൽ ചേഞ്ച്, രാസമാറ്റമില്ലാത്തത്. Which of the following is a homogeneous mixture? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏകാത്മക മിശ്രിതം ഏത്? സോയിൽ, സ്റ്റീൽ, മിൽക്ക്, സ്മോക്ക്. മണ്ണ്, സ്റ്റീല്, പാല്, പുക. ഏതാണിതിൽ ഏകാത്മക മിശ്രിതം അഥവാ ഹോമോജീനിയസ് മിക്സ്ചർ? സ്റ്റീൽ. സ്റ്റീലാണ് നൽകിയിരിക്കുന്നവയിൽ ഏകാത്മക മിശ്രിതം, ഹോമോജീനിയസ് മിക്സ്ചർ. സോയിൽ, മിൽക്ക്, സ്മോക്ക് അതായത് മണ്ണ്, പാല്, പുക എന്നിവ ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. ഹെട്രോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത് സ്റ്റീലാണ്. സ്റ്റീൽ. The acid present in car battery is. കാർ ബാറ്ററിയിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അസറ്റിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ഏതാണ് കാർ ബാറ്ററിയിലുള്ള ആസിഡ്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡാണ് കാർ ബാറ്ററിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. The acid present in car battery is sulfuric acid. The basic principle behind paper chromatography is. പേപ്പർ ക്രോമാറ്റോഗ്രാഫിയുടെ അടിസ്ഥാന തത്വമാണ് അഡ്സോർപ്ഷൻ, അതിശോഷണം, സെൻട്രിഫിക്കേഷൻ, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ. കൂട്ടുകാരി, പേപ്പർ ക്രോമാറ്റോഗ്രാഫിയുടെ അടിസ്ഥാന തത്വം ഏതാണ്? അഡ്സോർപ്ഷൻ, അതിശോഷണമാണ് പേപ്പർ ക്രോമാറ്റോഗ്രാഫിയുടെ അടിസ്ഥാന തത്വം. The basic principle behind paper chromatography is adsorption. The coefficients of balancing reactants and products in the following chemical equation are. ചുവടെ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തന സമവാക്യത്തെ സമീകരിക്കുന്നതിനായി അഭികാരങ്ങളോടും ഉൽപ്പന്നങ്ങളോടും ചേർക്കേണ്ട സംഖ്യകളാണ്. കൂട്ടുകാരെ പറയൂ, ചുവടെ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തന സമവാക്യത്തെ, അതായത് ഇതാണ് രാസപ്രവർത്തന സമവാക്യം, ഇതിനെ
സമീകരിക്കുന്നതിനായി അഭികാരങ്ങളോടും ഉൽപ്പന്നങ്ങളോടും ചേർക്കേണ്ട സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 3, 2 1, 3, 2 എന്ന സംഖ്യകളാണ് ചുവടെ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തന സമവാക്യത്തെ സമീകരിക്കുന്നതിനായി അഭികാരങ്ങളോടും ഉൽപ്പന്നങ്ങളോടും ചേർക്കേണ്ട സംഖ്യ. Which of the following metals is kept in kerosene? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്? അയൺ, ഫോസ്ഫറസ്, സോഡിയം, ക്രോമിയം. കൂട്ടുകാർ പറയൂ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്? സോഡിയം. സോഡിയമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം. സോഡിയമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം. Sodium is the metal kept in kerosene. How many elements are present in the fourth period of modern periodic table? ആധുനിക ആവർത്തന പട്ടികയിലെ 4ാം പീരീഡിൽ എത്ര മൂലകങ്ങളാണ് ഉള്ളത്? 2, 8, 18, 32. 2, 8, 18, 32. 18. 18. ആധുനിക ആവർത്തന പട്ടികയിലെ 4ാം പീരീഡിൽ 18 മൂലകങ്ങളാണ് ഉള്ളത്. 18 മൂലകങ്ങൾ. Which of the following elements is named after the name of a place? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൂലകത്തിൻ്റെ നാമമാണ് ഒരു സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്? ഒരു സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്? NaCl, EsSb. CF അഥവാ കാലിഫോർണിയം എന്നതാണ് ഒരു സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം. CF, കാലിഫോർണിയം. Which separation techniques can be employed for the separation of ammonium chloride from a mixture containing sodium chloride and ammonium chloride? സോഡിയം ക്ലോറൈഡും അമോണിയം ക്ലോറൈഡും അടങ്ങിയ മിശ്രിതത്തിൽ നിന്നും അമോണിയം ക്ലോറൈഡിനെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഡിസ്റ്റിലേഷൻ, സ്വദനം, ഹാൻഡ് പിക്കിംഗ്, സബ്ലിമേഷൻ, ഉൽപാദനം, ഫിൽട്രേഷൻ, അരിച്ചെടുക്കൽ. സബ്ലിമേഷൻ, ഉൽപാദനം. സബ്ലിമേഷൻ അഥവാ ഉൽപാദനം എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള, അതായത് ഒരു ഖരാവസ്ഥയിലുള്ള വസ്തു ദ്രാവകാവസ്ഥയിലേക്ക്, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാതെ തന്നെ വാതകാവസ്ഥയിൽ, അതായത് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള വസ്തു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാതെ തന്നെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്നതിനെയാണ് സബ്ലിമേഷൻ അഥവാ ഉൽപാദനം എന്ന് പറയുന്നത്. The metal that exists in liquid state at room temperature is സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് ഹീലിയം, മെർക്കുറി, ബ്രോമിൻ, ക്ലോറിൻ. മെർക്കുറി. The metal that exists in liquid state at room temperature is mercury. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി. പെരിസ്റ്റാലിസിസ് ഇസ് ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ഡാഷിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാലിസിസ്. ഈസോഫാഗസ് അന്നനാളം, ലാർനസ് സ്വനപേടകം, ബ്രോഞ്ചി ശ്വസനി, ഗാൾ ബ്ലാൻഡർ പിത്താശയം. പറയൂ, പെരിസ്റ്റാലിസിസ് ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ഈസോഫാഗസ്. അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാലിസിസ്. ഓക്കെ, ഈസോഫാഗസ് ആണ് ശരിയായിട്ടുള്ളത്. ഓർഗാനിസംസ് ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷ്യസ് കോൺസ്റ്റിറ്റ്യൂട്ട്. ഒരേ സ്പീഷ്യസിൽപ്പെട്ട ജീവികൾ ചേർന്ന് രൂപപ്പെടുന്നതാണ് ഇക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ, പോപ്പുലേഷൻ, ജീവിഗണം, കമ്മ്യൂണിറ്റി, ജീവി സമുദായം, ബയോസ്ഫിയർ, ജൈവമണ്ഡലം. പോപ്പുലേഷൻ ജീവിഗണമാണ് ഒരേ സ്പീഷ്യസിൽപ്പെട്ട ജീവികൾ ചേർന്ന് രൂപപ്പെടുന്നത്. ജീവിഗണമാണ് ഒരേ സ്പീഷ്യസിൽപ്പെട്ട ജീവികൾ ചേർന്ന് രൂപപ്പെടുന്നത്. ഓർഗാനിസംസ് ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷ്യസ് കോൺസ്റ്റിറ്റ്യൂട്ട് പോപ്പുലേഷൻ. Organisms belonging to the same species constitute population. Which of the following is a dead cell? ചുവടെ നൽകിയിരിക്കുന്നവയിൽ മൃതകോശം ഏതാണ്? പാരൻകൈമ, സ്ലീറൻകൈമ, കോളൻകൈമ, ക്രോറൻകൈമ. സ്ലീറൻകൈമയാണ് നൽകിയിരിക്കുന്നവയിൽ ഡെഡ് സെൽ, മൃതകോശം. Choose the set that includes only vegetative propagation. കായിക പ്രജനനം മാത്രം ഉൾപ്പെട്ട കൂട്ടം തിരഞ്ഞെടുക്കുക. ലെയറിംഗ്, ഹൈബ്രിഡൈസേഷൻ, പതിവയ്ക്കൽ, വർഗസങ്കരണം. ലെയറിംഗ്, ബഡ്ഡിംഗ്, പതിവയ്ക്കൽ, മുകുളമൊട്ടിക്കൽ,
ഹൈബ്രിഡൈസേഷൻ, ടിഷ്യൂ കൾച്ചർ. വർഗ്ഗസങ്കരണം, ടിഷ്യൂ കൾച്ചർ. ബഡ്ഡിംഗ്, ഹൈബ്രിഡൈസേഷൻ. മുകുളമൊട്ടിക്കൽ, വർഗ്ഗസങ്കരണം. ലെയറിംഗ്, ബഡ്ഡിംഗ്, പതിവിക്കൽ, മുകുളമൊട്ടിക്കൽ എന്നിവയാണ് കായിക പ്രജനനത്തിൽ മാത്രം ഉൾപ്പെട്ട കൂട്ടം. പതിവിക്കൽ, മുകുളമൊട്ടിക്കൽ എന്നിവയാണ് കായിക പ്രജനനം മാത്രം ഉൾപ്പെട്ട കൂട്ടം. ചൂസ് ദ ഫംഗ്ഷൻ ഓഫ് ഗോൾജി കോംപ്ലക്സ് ഫ്രം ദ ഫോളോയിങ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഗോൾജി കോംപ്ലക്സിൻ്റെ ധർമ്മം തിരഞ്ഞെടുക്കുക. പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി, ഊർജോൽപാദനവും സംഭരണവും. പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണം. കളക്ട്സ് സെൽ സെക്രീഷൻസ് ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ് എക്സെട്ര, കോശസ്രവങ്ങളായ രാസാഗ്നികൾ, ഹോർമോണുകൾ എന്നിവ ശേഖരിക്കൽ. പ്രൊവൈഡ്സ് ഫേംനെസ് ടു ദ സെൽ, കോശത്തിന് ദൃഢത നൽകുന്നു. കൂട്ടുകാരി, ഇതിലേതാണ് ഗോൾജി കോംപ്ലക്സ് ചെയ്യുന്ന ധർമ്മം? കളക്ട് സെൽ സെക്രീഷൻസ് ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ് എക്സെട്ര, കോശസ്രവങ്ങളായ രാസാഗ്നികൾ, ഹോർമോണുകൾ എന്നിവ ശേഖരിക്കലാണ് ഗോൾജി കോംപ്ലക്സിൻ്റെ ധർമ്മം. പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി, ഊർജ്ജോൽപാദനവും സംഭരണം ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയാണ്. പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണം ചെയ്യുന്നത് റൈബോസോമാണ്. പ്രൊവൈഡ്സ് ഫേംനെസ് ടു ദ സെൽ, കോശത്തിന് ദൃഢത നൽകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഐഡൻറ്റിഫൈ ദ സെറ്റ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ റെസ്പയർ ത്രൂ ദ സ്കിൻ. ത്വക്കിലൂടെ ശ്വസിക്കാൻ കഴിയുന്ന ജീവികളുടെ കൂട്ടത്തെ കണ്ടെത്തുക. എർത്ത്വാം, അമീബ. മണ്ണിര, അമീബ. അമീബ ഫ്രോഗ്, അമീബ തവള. ഫ്രോഗ്, എർത്ത്വാം, തവള, മണ്ണിര. ഹണിബി, എർത്ത്വാം, തേനീച്ച, മണ്ണിര. ശരിയായ കൂട്ടം ഫ്രോഗ്, എർത്ത്വാം എന്നുള്ളതാണ്. തവള, മണ്ണിര. ത്വക്കിലൂടെ ശ്വസിക്കാൻ കഴിയുന്ന ജീവികളാണ് തവള, മണ്ണിര. Set of organisms that can respire through the skin is frog and earthworm. Which one of the following is not a contribution of Carl Linnaeus? ചുവടെ നൽകിയിരിക്കുന്നവയിൽ കാൾ ലീനസിൻ്റെ സംഭാവന അല്ലാത്തത് ഏത്? പ്രൊപ്പോസ്ഡ് 2 കിണ്ണം ക്ലാസിഫിക്കേഷൻ, 2 കിണ്ണം വർഗീകരണം രൂപീകരിച്ചു. സജസ്റ്റഡ് ദ ടാക്സോണോമിക്കൽ ഹെറാർച്ചി, വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു. യൂസ്ഡ് ദ ടേം സ്പീഷ്യസ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായി സ്പീഷ്യസ് എന്ന പദം ഉപയോഗിച്ചു. പ്രൊപ്പോസ്ഡ് ബൈനോമിയൽ നോമെൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചു. യൂസ്ഡ് ദ ടേം സ്പീഷ്യസ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായി സ്പീഷ്യസ് എന്ന പദം ഉപയോഗിച്ചു എന്നതാണ് കാൾ ലീനിയസിൻ്റെ സംഭാവന അല്ലാത്തത്. ജോൺ റേ ആണ് ആദ്യമായി സ്പീഷ്യസ് എന്ന പദം ഉപയോഗിച്ചത്. 2 കിണ്ണം വർഗീകരണം രൂപീകരിച്ചത്, പിന്നെ വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചതും ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചതും കാൾ ലീനസ് ആണ്. 2 കിണ്ണം വർഗീകരണം രൂപീകരിച്ചതും വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചതും ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചതും കാൾ ലീനസ് ആണ്. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ദാറ്റ് മാച്ച് എ ആൻഡ് ബി. ഫ്ലോ ചാർട്ട് നിരീക്ഷിച്ച എ, ബി എന്നിവയ്ക്ക് അനുയോജ്യമായി ഉത്തരം തിരഞ്ഞെടുക്കുക. നമുക്കിവിടെ ഒരു ഫ്ലോ ചാർട്ട് നൽകിയിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ആദ്യത്തേതും അവസാനത്തെയും ഓർഗൻസ്, അതായത് അവയവം നൽകിയിട്ടുണ്ട്. നോസ്ട്രിൽസ്, ലങ്സ്, നാസാദ്വാരം, ശ്വാസകോശം. കൂട്ടുകാരി, എ, ബി എന്ന സ്ഥാനത്ത് ഏതായിരിക്കും വരിക? അതെ, ട്രക്കിയ, ബ്രോൺചി, ശ്വാസനാളം, ശ്വസനികൾ. നോസ്ട്രിൽസ്, ട്രക്കിയ, ബ്രോൺചി, ലങ്സ്. ശ്വാസധാര, ശ്വാസനാളം, ശ്വസനികൾ, ശ്വാസകോശം. The functional unit of the kidney is, വൃക്കയുടെ ധർമ്മപരമായ ഘടകങ്ങളാണ് നെഫ്രോൺ, കോർട്ടെക്സ്, ഗ്ലോമറുലസ്, മെഡുല്ല. നെഫ്രോൺ, കോർട്ടെക്സ്, ഗ്ലോമറുലസ്, മെഡുല്ല. ഏതാണ് വൃക്കയുടെ ധർമ്മപരമായ ഘടകം? നെഫ്രോൺ. നെഫ്രോൺ ആണ് വൃക്കയുടെ ധർമ്മപരമായ ഘടകം. The functional unit of kidney is nephron. കിഡ്നി അതായത് വൃക്കകളെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നെഫ്രോളജി. Which one of the following statements is correct about saprophytes? ചുവടെ നൽകിയവയിൽ ശവോപജീവികളെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ശവോപജീവികൾ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ് ഫോർ വാട്ടർ ആൻഡ് മിനറൽസ്, ജലത്തിനും ലവണത്തിനുമായി ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്നു. പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്, സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു. ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ് ഫോർ ഫുഡ്, ആഹാരത്തിനായി ആതിഥേയ സസ്യങ്ങൾ ആശ്രയിക്കുന്നു. ടേക്ക് ഫുഡ് ഫ്രം ഡിക്കേയ്ഡ് ഓർഗാനിക് മാറ്റർ, അഴുകിയ ജൈവ വസ്തുക്കളിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നു.
ഇതിൽ ശവോപജീവികളെക്കുറിച്ച് സാപ്രോഫൈറ്റ്സിനെ കുറിച്ച് ശരിയായ പ്രസ്താവന നാലാമത്തെ പ്രസ്താവനയാണ്. നാലാമത്തെ ഓപ്ഷനാണ്. ടേക്ക് ഫുഡ് ഫ്രം ഡീക്കേഡ് ഓർഗാനിക് മാറ്റർ. അഴുകിയ ജൈവ വസ്തുക്കളിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നു. ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ശരിയായ ജോഡി ചേർന്നത് തിരഞ്ഞെടുക്കുക. പ്രിയങ്ക ടൊമാറ്റോ, പ്രിയങ്ക തക്കാളി, നീലിമ ബിറ്റർ ഗോർഡ്, നീലിമ പാവൽ, ജ്യോതിക പി, ജ്യോതിക പയർ, അനഘ ബ്രിഞ്ചാൾ, അനഘ വഴുതന. കൂട്ടുകാരി, ഇതിൽ ശരിയായ ജോഡി മൂന്നാമത്തേതാണ്. ജ്യോതിക പി, ജ്യോതിക പയർ. പയറിൻ്റെ ഒരു സങ്കര ഇനമാണ് അഥവാ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ജ്യോതിക. പിയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ജ്യോതിക. കൂട്ടുകാരെ, ചോദ്യങ്ങളെല്ലാം അവസാനിച്ചു. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും ടാലൻറ്റ് ഹണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.